മൈവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം പറയാം. പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രന് പറ്റിയത് എന്താണ്? അതായത് അടികൊണ്ട്, ഇടികൊണ്ട്, തെറികൊണ്ട് അവസാനം ജയിലിലോട്ട് പോയ കെ സുരേന്ദ്രന് പത്തനംതിട്ടയിലേക്ക് വീണ്ടും കടന്നു വന്നപ്പോൾ ഒരു തരംഗം സൃഷ്ടിച്ചെടുക്കാൻ പോലും സാധിക്കാത്തതിൻ്റെ കാരണം എന്താണ്? അത് 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ശബരിമലയെ മുന്നിൽ നിർത്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനിറങ്ങിയ കെ സുരേന്ദ്രന്റെ പരാജയത്തിൽ PC ജോർജിന്റെ പങ്ക് എന്താണ്? വ്യക്തമായി പഠിക്കുകയുണ്ടായി പത്തനംതിട്ടയിലെ BJPയുടെ നേതാക്കൾ. അവർ പഠിച്ച് ഒരു കണക്ക് മുന്നോട്ട് വെക്കുകയുണ്ടായി. അതൊക്കെ കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. അവർ മുന്നോട്ട് വെച്ച ഒരു കണക്ക് എന്ന് പറയുന്നത്, പൂഞ്ഞാറിലും കാഞ്ഞിരപ്പള്ളിയിലും PC ജോർജ് ഇല്ലെങ്കിൽ തന്നെ, അതായത് PC ജോർജിന്റെ പിന്തുണ ഇല്ലെങ്കിൽ തന്നെ ലഭിക്കാവുന്ന കുറച്ച് വോട്ടുകൾ ഉണ്ടായിരുന്നു. ആ ലഭിക്കാവുന്ന വോട്ടുകൾ പോലും നിലവിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് BJPയുടെ ഒരു വിലയിരുത്തൽ. അപ്പൊ അതിന്റെ കാരണക്കാരൻ എന്ന് പറയുന്നത്, കൂടെ കൂട്ടിയാൽ ഗുണം കിട്ടുമെന്ന് അറിഞ്ഞ് PC ജോർജിനെ കൂടെ കൂട്ടിയപ്പോൾ 8ന്റെ പണിയാണ് PC ജോർജിന്റെ കടന്നുവരലിലൂടെ കെ സുരേന്ദ്രന് ലഭിച്ചിട്ടുള്ളത്. എന്തൊരു ആവേശമായിരുന്നു, എന്തൊരു ആഘോഷമായിരുന്നു. PC ജോർജിനെ കാണാൻ വേണ്ടി പോകുന്നു, വീട്ടിൽ പോകുന്നു, തൻ്റെ കസേരയിൽ പിടിച്ച് സുരേന്ദ്രനെ ഇരുത്തുന്നു, സുരേന്ദ്രന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. സുരേന്ദ്രനടക്കം സ്വപ്നം കണ്ടു പൂഞ്ഞാറിലും കാഞ്ഞിരപ്പള്ളിയിലും ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ BJPയിലേക്ക് എത്തുന്ന ഒരു സുവർണ നിമിഷത്തെ കാത്തിരുന്ന കെ സുരേന്ദ്രന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം PC ജോർജിന്റെ കൂട്ടുകെട്ട് നൽകുന്നത് 8ന്റെ പണിയാണ്. കാരണം PC ജോർജിന്റെ ഇടതും വലതും തിരിഞ്ഞ് അവസാനം NDAയിലേക്കുള്ള രാഷ്ട്രീയം പൊതുജനങ്ങൾക്കിടയിൽ PC ജോർജിനെതിരെ ഒരു വലിയ വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് PC ജോർജിന്റെ അടക്കം പാർട്ടിക്കകത്ത് നിന്ന് വരെ ആ ഒരു വികാരം ഉണർന്നു വന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ PC ജോർജിന് ഇതൊന്നും വലിയ ഒരു അടിയായിട്ട് തോന്നിയിട്ടില്ല. ഇതൊന്നും കണക്കിലെടുക്കാതെ മുന്നോട്ട് പോകുന്ന PC ജോർജിന്റെ ആദ്യത്തെ അടിയായിട്ടാണ് നമ്മൾ സുരേന്ദ്രന്റെ 3-ാം സ്ഥാനത്തേക്കുള്ള കടന്നുപോക്ക് കാണേണ്ടത്. അതായത് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ 2-ാം സ്ഥാനമെങ്കിലും നിലവിലെ വിശ്വാസികൾക്കിടയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയ ചില നാടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില വോട്ടുകളൊക്കെ കടന്നു വരാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സാധ്യതകളെപ്പോലും തള്ളിക്കളയാനുള്ള ഒരു കാരണമായി തീർന്നത് PC ജോർജ് എന്ന വിലയിരുത്തലിലേക്ക് BJP എത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ നിലവിൽ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. സുരേന്ദ്രനും PC ജോർജും 2 തട്ടിലായി നിൽക്കുന്നതിൻ്റെ കാരണമൊക്കെ ഇതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇടതും വലതിൽ നിന്നും ചാടി അവസാനം NDAയിലെത്തിയ PC ജോർജ് കെ സുരേന്ദ്രന് കൊടുത്തത് 8ന്റെ പണിയാണ്. ആ പണി ഇനി ഒരിക്കലും PC ജോർജ് ആവട്ടെ അല്ലെങ്കിൽ കെ സുരേന്ദ്രനാവട്ടെ ഒരിക്കലും മറക്കുകയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.